യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ അഭിമാന പദ്ധതിയായ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ റോവർ ചൊവ്വയിലെത്തിക്കാൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് 2028 നടക്കുന്ന ഈ ചരിത്രപരമായ ദൗത്യത്തിന് സ്പേസ് എക്സിന്റെ കരുത്തുറ്റ ഫാൽക്കൺ ഹെവി റോക്കറ്റാകും ഉപയോഗിക്കുക. ചൊവ്വയുടെ ഉപരിതലത്തിന് താഴെ 2 മീറ്റർ വരെ ആഴത്തിൽ തുരന്ന് പരിശോധന നടത്തുക എന്നതാണ് ഈ റോവറിന്റെ പ്രത്യേകത. മുൻപ് നടന്ന ദൗത്യങ്ങളെക്കാൾ വിപുലമായി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ ജീവനുണ്ടായിരുന്നോ എന്ന് റോവർ പരിശോധിക്കും. റഷ്യ-യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അനിശ്ചിതത്തിലായ പദ്ധതിക്ക് നാസയുടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. വിക്ഷേപണ സേവനങ്ങൾ, ലാൻഡിംഗിന് ആവശ്യമായ ബ്രേക്കിംഗ് എഞ്ചിനുകൾ, തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഹീറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവ നാസ ലഭ്യമാക്കും. കെനഡി സ്പേസ് സെന്ററിലെ ചരിത്രപ്രസിദ്ധമായ ലോഞ്ച് കോംപ്ലക്സ് 39A നിന്നായിരിക്കും 2028 അവസാനത്തെ വിക്ഷേപണം നടക്കുക. നേരത്തെ റഷ്യൻ സഹകരണത്തോടെ നടത്താനിരുന്ന ഈ പദ്ധതി യുദ്ധം മൂലം വഴിമുട്ടിയിരുന്നു. എന്നാൽ 2024 നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും തമ്മിലുണ്ടായ പുതിയ കരാറിലൂടെയാണ് പദ്ധതിക്ക് ജീവൻ വെച്ചത്. ചൊവ്വയിലെ ഓക്സിയ പ്ലാനം എന്ന പ്രദേശത്താണ് റോവർ ലാൻഡ് ചെയ്യുക. ഒരു കാലത്ത് ജലസാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഈ മേഖലയിൽ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കണ്ടെത്താനാകുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന മനുഷ്യന്റെ കാലങ്ങളായുള്ള ചോദ്യത്തിന് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ ദൗത്യം ഉത്തരം നൽകുമെന്ന് കരുതപ്പെടുന്നു.